ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നത്തെ മാർക്കറ്റ് റിവ്യൂ. നിഫ്റ്റി ക്ലോസ് ചെയ്ത് 12,874 93 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. സെൻസെക്സ് ക്ലോസ് ചെയ്തത് 43,952 314 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത് 29,181 587 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. നിഫ്റ്റിയുടെ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 12,780 ആൻഡ് ഇന്നത്തെ ഓപ്പണിംഗ് 12,932. ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് തന്നെയായിരുന്നു. ആൻഡ് ഡേ ഹൈ വെൻറ്റ് ഓൺലി 12,934. അതായത് 2 പോയിൻറ്റും കൂടിയിട്ട് ഡേ ഹൈ അതായത് ഇന്ന് ഓപ്പൺ ചെയ്ത ആ ലെവലിനെക്കാട്ടും ഓൺലി 2 പോയിൻറ്റ്സാണ് മുകളിലേക്ക് പോയത് ഇന്ന് നിഫ്റ്റി. അതിനുശേഷം ഒരു സൈഡ് വേസ് മൂവ് തന്നെയായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഡേ ലോ വെൻറ്റ് അപ്പ് ടു 12,797 ആൻഡ് ക്ലോസ്ഡ് അറ്റ് 12,874, വിച്ച് ഈസ് 93 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ഫ്രണ്ട്സെ, ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, മറക്കല്ല പ്ലീസ്. നിഫ്റ്റിയുടെ കീ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ്. ഫസ്റ്റ് സപ്പോർട്ട് ഈസ് 12,800 തന്നെയാണ്. ആൻഡ് സെക്കൻഡ് വൺ 12,730. ആൻഡ് റെസിസ്റ്റൻസ് വരുന്നത് 12,940 സെക്കൻഡ് 13,010. ബാങ്ക് നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്ന് 2% ഗെയിനാണ് ബാങ്ക് നിഫ്റ്റിയിൽ നടന്നിട്ടുള്ളത്, വിച്ച് ഇസ് 587 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 29,181 ഇന്ന് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഫസ്റ്റ് സപ്പോർട്ട് സോൺ ഈസ് 28,850 ആൻഡ് സെക്കൻഡ് വൺ ഈസ് 28,500. റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 29,370 ആൻഡ് സെക്കൻഡ് ഈസ് 29,560. കോൾ ഓപ്ഷൻ ഡാറ്റ. കോളിൻ്റെ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാൻ കഴിയുന്നത് 13,000 സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 13,500 കോൾ റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് 13,100 സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 13,300. അതേസമയം അൺവൈൻഡിങ് നടന്നിട്ടുള്ളത് 13,500 ആൻഡ് 12,700 സെയിം ടൈം പുട്ടിൻ്റെ ഓപ്ഷൻ ഡാറ്റ നോക്കുമ്പോൾ പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ 12,000 ആൻഡ് സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 12,500. അതേസമയം റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് 12,800 സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 12,700. ആൻഡ് അൺവൈൻഡിങ് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് 12,000 ആൻഡ് സെക്കൻഡ് ഹയസ്റ്റ് ഈസ് 12,200. ആൻഡ് തിയറി ഓഫ് മാക്സ് പെയിൻ അറ്റ് 12,500 ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഇന്നലെ അത് 400 ഇന്ത്യ വിക്സ് അപ്പ് ബൈ 3.52%. അതായത് 19.13 നിന്ന് 19.80 ലെവലിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഇന്നത്തെ ഒരു നിഫ്റ്റിയുടെ സെക്ടർ വൈസ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബാങ്കിങ്, ഫിനാൻഷ്യൽ, ഓട്ടോ, മെറ്റൽ സ്റ്റോക്സ് ഇവരെല്ലാം ആയിരുന്നു ശരിക്കും ഒരു അപ്ലിഫ്റ്റ് ചെയ്യാൻ സഹായിച്ചത് നിഫ്റ്റീനെ. ആൻഡ് പുതിയൊരു ന്യൂസും ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ, വാക്സിൻ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ളതും. അതും ഒരു ഗ്ലോബൽ സെൻറ്റിമെൻറ്റിനെ ശരിക്കും അപ്ലിഫ്റ്റ് ചെയ്തു. ഇതെല്ലാം നിഫ്റ്റിനെ ശരിക്കും ഒരു ത്രൂ ഔട്ട് ദ ഡേ ഒരു പോസിറ്റീവ് മോഡിൽ റൺ ചെയ്യാൻ സഹായിച്ചു. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ഒരു സ്മോൾ ബോഡീഡ് ബെയറിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ ഹാങ്ങിങ് മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലോസിങ് നടക്കുന്നത് ഓപ്പണിങ്ങിനേക്കാൾ ബിലോ ആണെങ്കിലും ഇറ്റ് കൺസിഡർ ആസ് എ ഹാങ്ങിങ് മാൻ കൈൻഡ് ഓഫ് പാറ്റേൺ. ഓക്കെ, അത് ഡെയിലി ചാർട്ട് വൈസിൽ. FIs ആൻഡ് DIs ഡാറ്റ. FIസിൻ്റെ ബൈങ് വാല്യൂ 14,689 ആണ് വരുന്നത്. സെൽ വാല്യൂസ് 9,784 ആൻഡ് നെറ്റ് വാല്യൂസ് 4,905. മൈ ഗോഡ്, ഗംഭീര ഒരു പർച്ചേസിങ് ആണ് ഇന്ന് FIസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് DIസിന് നോക്കുകയാണെങ്കിൽ ബൈ വാല്യൂസ് 3,076, സെൽ വാല്യൂസ് 6,905, നെറ്റ് വാല്യൂ -3,829. 3,829 സെൽ ഓഫാണ് DIസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ഇന്നത്തെ ഒരു ലൂസിങ് സെക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ IT-യും ഫാർമയും എനർജി സെക്ടറായിരുന്നു എന്ന്. അതിലൊരുവിധം നല്ലൊരു സെൽ ഓഫ് കാണാൻ സാധിച്ചു. ഫ്രണ്ട്സ്, നാളത്തേക്കുള്ള കുറച്ച് സ്റ്റോക്കുകൾ. ഫസ്റ്റ് വൺ ഈസ് ടാറ്റ സ്റ്റീൽ, ബൈ അറ്റ് 527 ആൻഡ് ടാർഗറ്റ് 542. ഷോർട്ട് സെല്ല് 514 ഷോർട്ട് എടുക്കാം, ടാർഗറ്റ് 498. നെക്സ്റ്റ് ഈസ് ഇൻഡസൻഡ് ബാങ്ക്. ഇൻഡസൻഡ് 791 ബൈ എടുക്കാം ആൻഡ് ടാർഗറ്റ് ഈസ് 802. 776 ഷോർട്ട് എടുക്കാം, ടാർഗറ്റ് ഈസ് 762. നെക്സ്റ്റ് ഈസ് L&T നിങ്ങൾക്ക് 1090 ബൈ എടുക്കാം
and target is 1110 and 1069 ഷോർട്ട് എടുക്കാവുന്നതാണ്. ടാർഗറ്റ് ഈസ് 1058. നെക്സ്റ്റ് ഈസ് ഇൻഫ്രാറ്റൽ 186 ബൈ എടുക്കാവുന്നതാണ്. ടാർഗറ്റ് 192 ആൻഡ് 184 ഓക്കെ 184 ഷോർട്ട് എടുക്കാം. ഫസ്റ്റ് ടാർഗറ്റ് ഈസ് 178. നെക്സ്റ്റ് ഈസ് SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 243 ബൈ എടുക്കാവുന്നതാണ്. ആൻഡ് ടാർഗറ്റ് ഞാൻ പറയുന്നില്ല, അത് നിങ്ങളുടെ രീതിയിൽ സെറ്റ് ചെയ്യുക. ആൻഡ് 239 അതായത് 240 താഴെ പോവുകയാണെങ്കിൽ യു ക്യാൻ ഷോർട്ട് ഇറ്റ്. 238 എടുക്കുകയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ആൻഡ് ടാർഗറ്റ് ഐ ആം ലീവിങ് അപ് ടു യു. നെക്സ്റ്റ് ഈസ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 639 ബൈ എടുക്കാവുന്നതാണ്. ടാർഗറ്റ് അപ് ടു യു. ഓക്കെ ആൻഡ് സ്റ്റോക്ക് 633 താഴെ പോവുകയാണെങ്കിൽ യു ക്യാൻ ഷോർട്ട് ഇറ്റ്. ഇത്ര മാത്രം ഫ്രണ്ട്സ്. ആൻഡ് നാളൊരു ഗ്യാപ്പ് അപ്പ് ഒരു ഗ്യാപ്പ് ഡൗൺ, അതായത് ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഒരു ഗ്യാപ്പ് ഡൗൺ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഈ ടാർഗറ്റോ അല്ലെങ്കിൽ ട്രിഗറോ കിട്ടാൻ പോകുന്നില്ല. പക്ഷേ സ്റ്റോക്സ് ആർ ബെസ്റ്റ് ഫോർ ടുമാറോ. ഓക്കെ അതാണ് ഞാൻ തന്നിട്ടുള്ള സ്റ്റോക്കുകൾ. സോ ഉചിതം പോലെ നിങ്ങൾ എൻ്റർ ആയിട്ട് ബുക്ക് ദ പ്രോഫിറ്റ്. ഓക്കെ അങ്ങനെ ഒരു മിസ്സിങ് വരികയാണ് നിങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ആൻഡ് ഇതെല്ലാം എൻ്റെ ഒരു പേഴ്സണൽ വ്യൂസാണ്. ഓക്കെ എനിക്ക് തെറ്റുപറ്റാം, അതിനുള്ള അവകാശം എനിക്ക് 100% ഉണ്ട്. ഓക്കെ സോ നിങ്ങൾ ചെയ്യേണ്ടത് ഡോണ്ട് ഫോളോ മീ ബ്ലൈൻഡ്ലി. ഓക്കെ നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് കാൽക്കുലേഷനൊക്കെ നടത്തിയിട്ട് മാത്രം എൻ്റർ ചെയ്യുക മാർക്കറ്റിലേക്ക്. അല്ലെങ്കിൽ നല്ലൊരു ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് കൺസൾട്ട് ചെയ്യുക ബിഫോർ യു എൻ്റർ ദ മാർക്കറ്റ്. ഓക്കെ ആൻഡ് എന്നും പറയുന്നതാണ് ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. എനിക്കറിയാം നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്യേണ്ട കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു പരിഭവമൊന്നുമില്ല. ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തിട്ട് ഒരു രസം ആർക്കെങ്കിലൊക്കെ ഒരു ഉപകാരമാവട്ടെ. വാട്ട് യു തിങ്ക്? പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ, കമ്പൽ ചെയ്യുന്നില്ല. ഐ ആം അറ്റ് യുവർ സർവീസ് ഹിയർ. ഓക്കെ എനി ടൈം. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ, ഷെയർ ഇറ്റ്. മണി എന്തായാലും അടിച്ചോളൂ, ടിങ് എന്നാലേ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടുള്ളൂ. ഓക്കെ ഹാപ്പി ട്രേഡിങ്, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.